തലസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ കനത്ത ആക്രമണം. ഇറാനിലെ മഷാദ് എയർപോർട്ടിലും ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാന്റെ കൂടുതൽ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, ആക്രമണം കടുപ്പിക്കുകയാണല്ലോ ഇസ്രയേൽ. കൂടുതൽ ശാസ്ത്രജ്ഞർ ഇറാനിൽ കൊല്ലപ്പെട്ടതായിട്ടാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള സംഘർഷം തുടരുകയാണ്. ഇറാനിലെ ടെഹ്റാൻ കേന്ദ്രീകരിച്ചും മറ്റ് കൂടുതൽ മേഖലകളിലേക്കും ഇസ്രയേൽ യുദ്ധം വ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനും ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്രയേൽ ഉണ്ടായ ആക്രമണത്തിൽ 11 ആളുകൾ ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. അതേസമയം 128 ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ വാർത്താ ഏജൻസികളൊക്കെ തന്നെ അവകാശപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2 തരത്തിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുക്കുമ്പോൾ, പശ്ചിമേഷ്യൻ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുക്കുമ്പോൾ 2 തരത്തിലാണ് യുദ്ധം. ഒരു ആക്രമണ പരമ്പര, അതായത് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞർ, അവിടുത്തെ നയതന്ത്രപരമായ സ്ഥാപനങ്ങൾ, ആണവ റിയാക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ, ഇറാൻ പ്രധാനമായും ടെൽ-അവീവ് കേന്ദ്രീകരിച്ച് ആണ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. നേരത്തെ മുൻ നിലപാടുകൾ തന്നെ ഉപേക്ഷിച്ച് UK അടക്കമുള്ള രാജ്യങ്ങൾ, ജോർദാൻ പോലും ഇപ്പോൾ ഇസ്രയേലിലേക്കുള്ള ഇറാൻ മിസൈലുകളെ തടയുന്നതിന് ഇസ്രയേലിനോടൊപ്പം ചേർന്നിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അല്പം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്ന്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവാൻ പോകുന്നു എന്ന നിലയ്ക്കുള്ള സൂചനയാണ് നെതന്യാഹു നൽകുന്നത്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഘർഷം ആരംഭിച്ചത് മുതൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇറാന് മുന്നിൽ സമയമുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ആണവ കരാറിലേക്ക് എത്താനുള്ള സമയം ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന നിലപാടാണ്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് നെതന്യാഹു നൽകിയ മറുപടിയാണ് ശ്രദ്ധേയം. അങ്ങനെ ഒരു കരാറിലെത്തിയാൽ തന്നെ അത് അമേരിക്കൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്ന തരത്തിൽ ആ കരാറിനനുസരിച്ച് അവർ പെരുമാറുമോ എന്നുള്ള ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. ഇത് ഏറ്റവും ശ്രദ്ധേയമായ ഈ പശ്ചിമേഷ്യ സംഘർഷത്തിൽ, അതായത് 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ആക്രമണവുമായി ശേഷം അതിന്റെ തുടർച്ചയായി നടക്കുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളും ഈ സൈനിക നീക്കങ്ങളും ഒക്കെ തന്നെ അതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ് നാം ഈ ലോകം സാക്ഷ്യം വഹിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നത് ശ്രദ്ധേയമാണ്. അവിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്ന നിലപാടും ഇറാനിയൻ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും അമേരിക്കൻ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും പ്രസക്തമാകുന്നത്. എങ്ങോട്ടാണ് ഇത് ഈ രാഷ്ട്രീയ സംഘർഷ സാഹചര്യം മുന്നോട്ട് പോകുന്നത്, ഈ സൈനിക സാഹചര്യം മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ലോകമൊക്കെ ആളുകൾ ഉയർത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം സംബന്ധിച്ച് ലോക രാജ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ G7 ഉച്ചകോടിയിലും ഒക്കെ തന്നെ. ശരി അഗസ്റ്റിൻ, വ്യക്തമാണ്. ഇറാനിയൻ തലസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.